നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവായി അറിയപ്പെടുന്ന ആയത്തുള്ള അലി ഖമേനിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം തകർച്ചയുടെ പാതയിലാണെന്നും തുറന്നടിച്ച് ഇറാനിയൻ രാജകുടുംബാംഗം റസ പഹ്ലവി. പേടിച്ചരണ്ട എലിയെ പോലെ ഖമേനി ഒളിത്താവളത്തിൽ അഭയം തേടിയിരിക്കുകയാണെന്നും ഖമേനിക്ക് ഇറാന് മുകളിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നും പഹ്ലവി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. ഇപ്പോൾ നടക്കുന്നത് ഇറാന്റെ പോരാട്ടമല്ല, ഇത് ഖമേനിയുടെ പോരാട്ടം മാത്രമാണെന്ന് ഇറാനിലെ നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസ പഹ്ലവി വ്യക്തമാക്കി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാൻ രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഖമേനിയെ നയിക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിൽ അണിചേരാൻ ഇറാനിലെ സൈനികരോടും പോലീസുകാരോടും സർക്കാർ ജീവനക്കാരോടും റസ പഹ്ലവി ആവശ്യപ്പെട്ടു. ഖമേനിയുടെ യുദ്ധക്കൊതിക്കും വ്യാമോഹങ്ങൾക്കും ഇരകളായി ദ്രോഹിക്കപ്പെട്ട നിസ്സഹായരായ എല്ലാ പൗരന്മാർക്കുമൊപ്പമാണ് താനുള്ളത്. ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവാണിതെന്നും ഈ ദുസ്വപ്നം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ രാജ്യവ്യാപക പ്രക്ഷോഭമാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമിക് റിപ്പബ്ലിക് തകർന്നതിന് ശേഷമുള്ള ദിവസത്തെ ഭയപ്പെടരുതെന്നും ഇറാൻ ആഭ്യന്തര യുദ്ധത്തിലേക്കോ അസ്ഥിരതയിലേക്കോ കൂപ്പുകുത്തുകയില്ലെന്നും റസ പഹ്ലവി പറഞ്ഞു. ഇറാന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി തങ്ങളുടെ പക്കലുണ്ട്. ഭരണകൂടം വീണതിനു ശേഷമുള്ള ആദ്യ 100 ദിവസങ്ങൾക്കുള്ളിൽ ഇറാനിൽ ദേശീയ ജനാധിപത്യ സർക്കാർ സ്ഥാപിക്കുന്നതിന് തയ്യാറെടുത്തു കഴിഞ്ഞു. അനിവാര്യമായ പതനത്തിലേക്ക് നീങ്ങിയ ഒരു ഭരണകൂടത്തിന് വേണ്ടി ഭരണകേന്ദ്രത്തിലുള്ളവർ ഇറാനിയൻ ജനതയ്ക്കെതിരെ നിലകൊള്ളരുതെന്നും ജനങ്ങൾക്കൊപ്പം നിന്നാൽ ജീവൻ രക്ഷിക്കാമെന്നും പഹ്ലവി കൂട്ടിച്ചേർത്തു. റസ പഹ്ലവിയുടെ പൂർവികരായിരുന്നു രാജഭരണകാലത്ത് ഇറാൻ ഭരിച്ചിരുന്നത്. പിന്നീട് ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഖമേനി ഇറാൻ പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയപ്പെടാൻ തുടങ്ങിയത്. നിലവിൽ ഇസ്രയേലുമായി നടക്കുന്ന സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് അവസാനിച്ചതായി പഴയ ഇറാനെ തിരിച്ചുപിടിക്കേണ്ട സമയമായി എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ രാജാവിന്റെ മകനും കിരീടാവകാശിയുമായ റസ പഹ്ലവി. ഭരണമാറ്റത്തിന് വീഡിയോയിലൂടെ അദ്ദേഹം ഇറാൻ ജനതയെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് അതിന്റെ അവസാനത്തിലെത്തി. ഇറാന്റെ ഭാവി ശോഭനമാണ്. ചരിത്രത്തിലെ ഈ മൂർച്ചയുള്ള വഴിത്തിരിവിലൂടെ നമ്മൾ കടന്നു പോകുമെന്ന് റസ പഹ്ലവി വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞു. 1979 ഇസ്ലാമിക വിപ്ലവത്തോടെ ഇറാനിൽ അവസാനിച്ച 53 വർഷം പഴക്കമുള്ള പഹ്ലവി രാജവംശത്തിലെ അവസാന ഷായായിരുന്ന മുഹമ്മദ് റസ പഹ്ലവിയുടെ മൂത്ത മകനാണ് പഹ്ലവി. അമേരിക്ക 1983 സംഭവങ്ങൾ ആവർത്തിക്കാൻ പോവുകയാണെന്നും റസ പഹ്ലവി സൂചിപ്പിച്ചു. 1983 ബ്രിട്ടനുമായി സഹകരിച്ച് അമേരിക്കയാണ് ജനാധിപത്യ രാജ്യമായിരുന്ന ഇറാനെ ഒരു രാജവാഴ്ചയാക്കി മാറ്റുകയും മുഹമ്മദ് റസ പഹ്ലവിയെ ഇറാന്റെ പുതിയ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. പിന്നീട് 1963 ഇറാനിൽ ഇസ്ലാമിക നേതാവ് ആയത്തുള്ള റുഹുല്ല ഖമേനിയുടെ നേതൃത്വത്തിൽ വെളുത്ത വിപ്ലവം ആരംഭിച്ചു. രാജവാഴ്ചയിൽ നിന്ന് മോചനം നൽകുന്നതിനൊപ്പം ഇറാനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പ്രക്ഷോഭങ്ങളിലൂടെ തന്റെ ലക്ഷ്യം പൂർണ്ണമായി നേടിയെടുത്ത ആയത്തുള്ള റുഹുല്ല ഖമേനി ഇറാന്റെ ആദ്യ പരമോന്നത നേതാവാകുകയും രാജ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആക്കി മാറ്റുകയും ചെയ്തു. അതേസമയം കീഴടങ്ങണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് മറുപടിയുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നിരുന്നു. ഇറാൻ ഒരിക്കലും ഭീഷണികൾക്ക് വഴങ്ങില്ല, അടിച്ചേൽപ്പിക്കുന്ന സമാധാനം വേണ്ടെന്നും ടെലിവിഷൻ പ്രസ്താവനയിലൂടെ ഖമേനി വ്യക്തമാക്കി. ഏതെങ്കിലും തരത്തിലുള്ള US സൈനിക ഇടപെടൽ ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന മുന്നറിയിപ്പുമായി ട്രംപ് വ്യാഴാഴ്ചയാണ് രംഗത്തെത്തിയത്. ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് തങ്ങൾക്കറിയാമെന്നും അദ്ദേഹത്തെ വധിക്കുക എളുപ്പമാണ് ഇപ്പോൾ അത് ചെയ്യുന്നില്ലെന്നുമാണ് ട്രംപ് പറഞ്ഞത്. സദാം ഹുസൈന്റെ വിധിയാണ് ഖമേനിയെ കാത്തിരിക്കുന്നതെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മറുപടിയുമായി ഇറാൻ പരമോന്നത നേതാവ് രംഗത്ത് വന്നത്.